സിംഹത്തെ വീട്ടിൽ വളർത്തുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാവോ? ഇപ്പം ചിലരൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. വീട്ടിലെ ഒരു അംഗത്തെ പോലെ സിംഹത്തെ താലോലിച്ച് വളർത്തുന്ന ഒരാളുണ്ട് ലിബിയയിൽ. 16-ാം വയസ്സിൽ തുടങ്ങിയ ശീലം ഇപ്പോഴും തുടരുന്ന ഒരാൾ. അഞ്ജലി വി ചേർന്നു. ഗുഡ് മോർണിംഗ് അഞ്ജലി. അഞ്ജലി, നമ്മുടെ ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് ആക്ട് നിയമപ്രകാരമൊക്കെ നമുക്കിതുപോലെ വന്യജീവികളെ ഒന്നും വളർത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത്തരം ജീവികളോട് താല്പര്യമുള്ള പലരും എന്നേ നമ്മുടെ നാട്ടിലും ഇതിനെയൊക്കെ വളർത്തിയേനെ എന്നാണ് എനിക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. തീർച്ചയായും മോത്തി, നമ്മുടെയൊക്കെ പെറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പൂച്ച, പട്ടി അങ്ങനെയുള്ളതൊക്കെയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ല. അവിടെ എല്ലാ മൃഗങ്ങളെയും വളർത്താൻ, ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ ആണെങ്കിൽ വളർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലരുടെയും വീട്ടിൽ ഇത്തരത്തിൽ സിംഹമോ പുലി അങ്ങനത്തെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. സാധാരണ നമുക്ക് ഈ സിംഹം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പേടിയുള്ള ജീവിയാണ്. പക്ഷേ ഈ യുവാവിൻ്റെ പേര് അൽ സൈദി എന്നാണ്. അവനിപ്പോൾ 25 വയസ്സാണ്. അവൻ തന്നെ 17-ാം വയസ്സിലാണ് ഇത്തരത്തിൽ പെറ്റുകളെ വളർത്താൻ തുടങ്ങിയത്. ഈ കാണുന്ന ഈ സിംഹത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിന് 1.5 വയസ്സ് മാത്രമാണ് ഉള്ളത്. അവൻ്റെ ഇഷ്ടപ്പെട്ട പെറ്റുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഈ സിംഹം. അൽ സൈദി അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോഴേ അവനെ പരിപാലിക്കുകയും ഈ സിംഹത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി അവൻ്റെ കൂടെ തന്നെയാണ് അൽ സൈദി പൂർണ്ണമായും ചെലവഴിക്കുന്നത്. അൽ സൈദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൽ സൈദി ഇപ്പോൾ 25 വയസ്സാണ്. അവന് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൃഗങ്ങളെ വളർത്തുകയാണ്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ സിംഹം എന്ന് പറയുന്നത്. ഈ സിംഹത്തിന് ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അതിന് ഈ സിംഹത്തെ രാവിലെ തന്നെ എണീറ്റ് കുളിപ്പിച്ച് ഇതിന് ഭക്ഷണമൊക്കെ നൽകി അതിന് കൂടെ കളിക്കുകയും അതിന് പലതരത്തിലുള്ള വ്യായാമമൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഈ ഇത്തരത്തിൽ ഇണക്കി വളർത്തുന്ന കാരണം അത് യാതൊരു വിധത്തിൽ ഇതിനെ അൽ സൈദിയെ ആക്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ തമ്മിലുള്ള വളരെയധികം ഒരു ബന്ധം അവർക്കിടയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് മോദി. അപ്പോൾ ഏതായാലും അഞ്ജലി, നമുക്ക് നമ്മുടെ നാട്ടിലുമൊക്കെ നിയമം മാറട്ടെ, നമുക്കും ഓരോന്നിനെ വാങ്ങിച്ച് വളർത്തണം.